താനൂരിൽ LDF BJP ഡീലെന്ന ആരോപണവുമായി UDF സ്ഥാനാർത്ഥി PK നവാസ്. BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കിട്ടുന്ന വോട്ട് നിയമസഭയിൽ കിട്ടുന്നില്ല. ഇത് LDFന് മറിച്ച് നൽകുകയാണെന്ന് UDF സ്ഥാനാർത്ഥി PK നവാസ് ആരോപിച്ചു. ഈ നിയോജക മണ്ഡലത്തിനകത്ത് എപ്പോഴെല്ലാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും നടന്നോ അപ്പോഴൊക്കെ 15,000+ BJP വോട്ടുകൾ, എന്നാൽ നിയമസഭയിലേക്ക് വരും അത് 10,000-ൽ താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാന്ത്രിക വിദ്യ എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 10,000-ന് മുകളിൽ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 10,000-ന് മുകളിൽ, എന്നാൽ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അത് 10,000-ന് താഴെ, 15,000-ന് മുകളിൽ, ലോക്സഭയിലും പഞ്ചായത്തിലും 15,000-ന് മുകളിൽ, പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ അത് 10,000-ന് താഴെ. ഇതിനിടയിലുള്ള ആ ഒരു ഗെയിം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതൊരു കൂട്ടുകച്ചവടമാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി BJP നടക്കുന്ന കച്ചവടമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നത് ഞങ്ങൾ ഭരണപക്ഷത്താണ് UDF, പ്രതിപക്ഷത്തിരിക്കുന്നത് BJP ആണ്. എന്നാൽ അതേ നഗരസഭയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോവാണ്. 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ മാർജിനിലേക്ക് അവർ പോവാണ്. അവിടെ 2-ാം സ്ഥാനത്തേക്ക് CPM കയറി വരികയാണ്. അപ്പോൾ അവിടെ കൃത്യമാണ് എന്താണ് അവിടുത്തെ ഡീൽ. മലപ്പുറത്ത് നിന്ന് നിഖിൽ പരമേശ്വർ വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് താനൂര്. നമുക്കറിയാം, മന്ത്രി V അബ്ദുറഹ്മാൻ തന്റെ തട്ടകം താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറ്റിയതിനു പിന്നാലെ അവിടെ ഒരു വ്യവസായിയാണ് നിലവിൽ LDF സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. MSFന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള PK നവാസാണ് UDF സ്ഥാനാർത്ഥി. അവിടെ സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഡീൽ ആരോപണം, ഡീല് കഴിഞ്ഞ 2 ടേമുകളിലായി താനൂരിലും ഉണ്ട് എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥി ആരോപിക്കുന്നത്. കാരണം തദ്ദേശ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 15,000-ന് മുകളിൽ അവിടെ വോട്ട് ഉയർത്തുന്ന BJPക്ക് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മാത്രം അവരുടെ വോട്ട് വിഹിതം അത് 9,000-ന് താഴെയാണ്. അവർക്ക് ആകെ ലഭിക്കുന്ന വോട്ട് 9,000-ന് താഴെയാണ്. ഇത് എങ്ങനെയാണ് ഈ മാന്ത്രികത സംഭവിക്കുന്നത് എന്നാണ് PK നവാസ് ചോദിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15,000-ന് മുകളിൽ വോട്ട് താനൂർ മണ്ഡലത്തിൽ BJPക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാനമായ സാഹചര്യം. അത് നിയമസഭയിലേക്ക് എത്തുമ്പോൾ മാത്രം എങ്ങനെ ഈ വോട്ട് കുത്തനെ കുറയുന്നു? ഇത് ഒരു LDF BJP ഡീലാണ് എന്നുള്ള ആരോപണമാണ് PK നവാസ് ഉന്നയിക്കുന്നത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാനും കഴിയും. കഴിഞ്ഞ 2 തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ ആരോപണം ശരിവെക്കുന്നതാണ്, PK നവാസിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് താനൂരിലെ കണക്കുകൾ. എന്തായാലും താനൂരിലും പ്രചാരണം കൊഴുക്കുകയാണ്. ഈ ഇരു മുന്നണികളും അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടം കൂടിയാണ് താനൂരിലേത്. കാരണം ഒരു സിറ്റിംഗ് സീറ്റാണ്. ആ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ അവസാന ഘട്ടം വരെ അവർക്കൊരു സ്ഥാനാർത്ഥിയെ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഒടുവിലാണ് സ്ഥാനാർത്ഥിയെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് വിട്ട് കളഞ്ഞാൽ, അല്ലെങ്കിൽ ആ സീറ്റ് നഷ്ടമായാൽ അത് വലിയ തലവേദനയാകും, വലിയ നാണക്കേടാകും CPMനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ കൊണ്ടുപിടിച്ച പ്രചാരണമാണ് കഴിഞ്ഞ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നടക്കുന്നത്. ഇനിയിപ്പോൾ PK നവാസിനു വേണ്ടി ദേശീയ നേതാക്കളടക്കം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുതിർന്ന CPM നേതാക്കൾ ജില്ലയിലേക്ക് എത്തി പ്രചാരണം നടത്തും വരും ദിവസങ്ങളിൽ. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.